വലൈക്കും സലാം വറഹമത്തുള്ള. നമ്മുടെ നിസാർ ഉസ്താദിൻ്റെ ഖേദവും വിഷമവും ഉൾക്കൊള്ളുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ജീവിതകാലത്ത് ഇപ്രകാരം അനാവശ്യ വാഴ്ത്തിപ്പറച്ചിലുകൾ കഴിഞ്ഞ കാല ഉസ്താദുമാർക്കൊന്നും ഉണ്ടായിട്ടില്ല. ഷംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് അന്ന് കിട്ടാവുന്ന മീഡിയകൾ ഉപയോഗിച്ച് ഇപ്രകാരം വാഴ്ത്തിപ്പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ വഫാത്തിൻ്റെ ശേഷം ഒരുപാട് അദ്ദേഹത്തിൻ്റെ അപദാനങ്ങൾ വാഴ്ത്തിയ മതഗീതങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ശംസുൽ ഉലമ അതിന് മാത്രം ഉള്ള ആളാണ് താനും. എന്നപോലെ തന്നെ കാളമ്പാടി ഉസ്താദ്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായ പ്രകാരം സൂക്ഷ്മതയുടെയും മറ്റും കാര്യങ്ങളിലുമൊക്കെ കാളമ്പാടി ഉസ്താദിനോളം ഇന്ന് നമ്മുടെ സമസ്തയിലെ നേതാക്കന്മാർ എത്തിയിട്ടില്ല എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഈ കാളമ്പാടി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വെക്കേണ്ട വേറെ ഏത് പ്രസിഡന്റുമാരും അവർ ഉള്ള കാലത്ത് അവരെ ഇങ്ങനെ പുളിമ കയറ്റിയിട്ടുള്ള വാഴ്ത്തിപ്പറച്ചിലുകൾ ഉണ്ടായിട്ടില്ല. അത് ഞാൻ പറഞ്ഞത്. അത് നല്ലതുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം മുഖത്ത് നോക്കി വാഴ്ത്തിപ്പറച്ചിലുകളെ നിരുത്സാഹപ്പെടുത്തുക ചെയ്തിട്ടുള്ളത്. അതുകൂടി നമ്മൾ ഉൾക്കൊള്ളണം. കാരണം ഇങ്ങനെ നമ്മൾ അനാവശ്യമായ വാഴ്ത്തിപ്പറച്ചിലുകൾ ഇങ്ങനെ ജീവിതകാലത്ത് തന്നെ മുഖത്ത് നോക്കി ചെയ്യുമ്പോൾ അതുകൊണ്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ തങ്ങൾ ഉസ്താദിനെ നേരിട്ട് അനുഭവിച്ച ആളുകൾ വ്യത്യസ്ത മേഖലയിലാണ്. തങ്ങൾ ഉസ്താദ് നല്ല ഒരു മുദല്ലിസാണ്. അദ്ദേഹം നല്ല ഒരു പഠിതാവായി ജാമിയയിലും മറ്റും മുതല്ലിമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ് കാലവും ഉണ്ടായിട്ടുണ്ട്. ആ കാലയളവിലൊക്കെ അദ്ദേഹത്തെ അനുഭവിച്ച പല ആളുകളുണ്ട്. അവർക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള വാഴ്ത്തിപ്പറച്ചിലുകൾ അദ്ദേഹത്തിൽ നിന്ന് അന്ന് അനുഭവിച്ച ചില സ്വഭാവ രീതികളും മറ്റുമൊക്കെ ചിലപ്പോൾ പുറത്ത് പറയുന്നതിലേക്ക് നയിച്ചേക്കും. അത് കാരണം അവർ ആ സന്ദർഭത്തിൽ കണ്ട തങ്ങൾ ഉസ്താദല്ല ഇപ്പോൾ സമൂഹം വാഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിൽ അതിലൊരു മനോഭാവം തോന്നും ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകൾ സംസ്ഥയുടെ പ്രസിഡൻ്റാണ്. ആ നിലക്ക് അദ്ദേഹത്തെ നമ്മൾ സമൂഹ മധ്യത്തിൽ പിച്ച് ചിന്തപ്പെടാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് അനുഭവിച്ച പല ആളുകൾക്കും അദ്ദേഹത്തെക്കുറിച്ച് പലതും പറയാനുണ്ട്. നന്മ പറയുന്നതിനോടൊപ്പം തന്നെ തിന്മകളും പറയാനുണ്ട്. അതൊക്കെ ഇങ്ങനെ മീഡിയകളിൽ പറഞ്ഞ് എഴുതിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അപേക്ഷ. അപ്പോൾ അതിന് കളമൊരുക്കുന്ന അനാവശ്യമായ പാടിപ്പുഴത്തുകൾ അത് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിനീത അഭിപ്രായം. തങ്ങൾ ഉസ്താദ് സയ്യിദാണ്. അതിൽ കവിഞ്ഞ് നമ്മുടെ മുൻ സമസ്തയുടെ പ്രസിഡന്റുമാർക്ക് ഉള്ള പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ഗുണമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ പ്രസംഗിക്കാനും ആളുകളെ വശീകരിക്കാനൊക്കെ ഉള്ള കഴിവ് അതുണ്ട് എന്നുള്ളതാണ്. സയ്യിദുൽ ഉലമ എന്ന് നമ്മൾ പേര് വിളിച്ചു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന്, AP ഉസ്താദിന്, അവർക്കൊക്കെ ഓരോ സ്ഥാനപ്പേരുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരതിന് അർഹരാണ്. എല്ലാവരും അർഹർ തന്നെയാണ്. എന്നാൽ ഷംസുൽ ഉലമ EK ഉസ്താദ്, അവർക്ക് ആ പേര് ഷംസുൽ ഉലമ എന്നുള്ള പേര് നമ്മളാരും വിളിച്ചതല്ല. ലോക പണ്ഡിതനായ സയ്യിദ് അലവി മാലിക്കി അവർ നൽകിയ പേരാണ്. അപ്പോൾ ഷംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമസ്തയിൽ നിലകൊള്ളുന്ന സന്ദർഭത്തിൽ ബാക്കി സമസ്തയുടെ എല്ലാ നേതൃരംഗത്തുമുള്ളവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ശിഷ്യന്മാരാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഉസ്താദിനെ കുറിച്ച് വാഴ്ത്തിപ്പറച്ചിലുകൾ വരിക എന്നുള്ളതും സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നാൽ പോലും അദ്ദേഹം സെക്രട്ടറി ആയിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഒരുപാട് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ പോലും അങ്ങനെ ചെയ്യാറില്ല. ഇന്ന് സയ്യിദുൽ ഉലമ അവറുകൾ അദ്ദേഹത്തിനേക്കാൾ വയസ്സ് കൂടിയവരാണ് മിക്കവാറും സമസ്തയിലുള്ളവർ. ഒന്നിരിക്കൽ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാരായിട്ടുള്ളവർ വരെ സമസ്തയിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവരാണ്.
ആ ഉസ്താദുമാർക്ക് ഒക്കെ മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളൊക്കെ ഒരു ഭാഗത്ത് നമ്മൾ മാറ്റിവെച്ച് ഈ സയ്യിദുൽ ഉലമക്ക് മാത്രമുള്ള അവദാനങ്ങൾ ഇങ്ങനെ വല്ലാതെ വാഴ്ത്തി പറയുമ്പോൾ അത് ചില ആളുകൾക്ക് ചിലപ്പോൾ രസിക്കില്ല. നമ്മൾ സമസ്തക്കാരായ നമ്മൾക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ സയ്യിദുൽ ഉലമയെ വേറെ കണ്ണുകളെ കൊണ്ട് കാണുന്ന ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ തന്നെ വോയിസിൽ പറഞ്ഞല്ലോ. അപ്പം അത്തരം ആളുകൾ സയ്യിദുൽ ഉലമയെ അനാവശ്യമായിട്ട് സമൂഹ മധ്യത്തിൽ എത്തി കാണിക്കാൻ അത് കാരണമാകും എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട ഫൈളി സുഹൃത്തുക്കളെ, എൻ്റെ ഒരു വോയിസ് ഇപ്പോൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ വോയിസിൽ ഞാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മനസ്സിലാക്കി പോയിട്ടുണ്ടെങ്കിൽ, അതിലേക്ക് എൻ്റെ വോയിസ് നയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ നിഷ്കളങ്കരായ സമസ്തയുടെ പ്രവർത്തകരോടും ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. സയ്യിദുൽ ഉലമയോടുള്ള അങ്ങേയറ്റത്തെ നസീഹത്ത് ഗുണകാംക്ഷ കൊണ്ട് മാത്രം പറഞ്ഞതാണ്. സയ്യിദുൽ ഉലമ പൊതുസമൂഹത്തിൻ്റെ ഇടയിലും പൊതുസമൂഹത്താലും അപകീർത്തിപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമുക്കൊക്കെ അറിയാമല്ലോ, ഇന്നത്തെ ഈ പ്രശ്നകലുഷിതമായ സാഹചര്യത്തിൽ സയ്യിദുൽ ഉലമ അടക്കമുള്ള നമ്മുടെ സംസ്ഥാന നേതാക്കൾ അപകീർത്തിപ്പെടുത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഉള്ള എന്തെങ്കിലും ആശയത്തിലേക്ക് എൻ്റെ വോയിസ് ഞാൻ പറഞ്ഞു കൊടുത്തുള്ള പാളിച്ച കൊണ്ടോ അല്ലെങ്കിൽ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി കൊടുത്ത് ഉള്ള പാളിച്ച കൊണ്ടോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഗ്രൂപ്പിൽ, നാട്ടിലെ ഗ്രൂപ്പിൽ സയ്യിദുൽ ഉലമയോട് ബന്ധപ്പെട്ട് സത്യമാവാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നിയ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ ഞാനതിൻ്റെ ഒരു ആധികാരികത എന്താണ് എന്ന് ചോദിച്ചറിഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉസ്താദുമാരെ കുറിച്ച് നമുക്കുള്ളത് തന്നെ നല്ലോണം പറയാനുണ്ടല്ലോ. അപ്പോൾ ഇല്ലാത്തത് നമ്മൾ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ സൂക്ഷ്മത പാലിക്കണം എന്ന് ഉണർത്തിയപ്പോൾ അതിനെ തുടർന്നുണ്ടായ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയുള്ള ഇല്ലാത്ത വാഴ്ത്തിപ്പറച്ചിലുകളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധാലുവാകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. സയ്യിദുൽ ഉലമ ഞാനുമായിട്ട് അല്ലെങ്കിൽ എൻ്റെ വീടുമായിട്ട് നേരത്തെ ബന്ധമുള്ളവരാണ്. എൻ്റെ ജ്യേഷ്ഠൻ്റെ പ്രധാന ഗുരുവര്യരാണ്. അവരുടെ അടുത്ത് വരെ പോയതാണ് ജ്യേഷ്ഠനോട് കൂടെ, ജ്യേഷ്ഠൻ്റെ മകളുടെ വിവാഹം പറയാനൊക്കെ. അങ്ങനെയുള്ള ബന്ധമുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ ഞാൻ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്നെക്കുറിച്ച് വെറുതെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത എങ്ങനെ മുന്നോട്ട് കഴിഞ്ഞ കാലങ്ങളിൽ പോയോ അതുപോലെ തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന, നമ്മൾക്കിടയിൽ ഐക്യമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇന്നും സമസ്തയ്ക്ക് വേണ്ടി നിഷ്കളങ്കമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. സയ്യിദുൽ ഉലമയുടെ രോമത്തിൻ്റെ ഖദർ പോലും എനിക്ക് ഞാൻ സ്ഥാനം കൽപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ വോയിസിൽ ആർക്കെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അമീലും മുദ്ദരിസിനോട് പറയാനുള്ളത്, മുത്തഫരീദ് പോലും ഓതി പഠിക്കാത്ത പാണക്കാട്ടെ ഇപ്പോഴത്തെ തങ്ങന്മാരെ കാദിമാരാക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അപദാനവും പാടലുകളും. അതിനെ എങ്ങനെ ഒന്ന് നോക്കിക്കാണുന്നു എന്ന്. നിങ്ങൾ വലിയ തെർസിയല്ല, വലിയ കിതാബ് ഓതിയ ആളല്ലേ. ഏത് കിതാബുകൾ വെച്ചിട്ടാണ് ഇവരൊക്കെ കാദിമാരാക്കാൻ പറ്റുക? ഇവരൊക്കെ അങ്ങനെ അപദാനങ്ങൾ വാഴ്ത്തി പറയാമെന്ന് പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. സയ്യിദുൽ ഉലമ എന്ന് വിളിക്കുന്നതിൽ വലിയ അപദാനങ്ങൾ പറയുന്നതിനൊക്കെ വിയോജിപ്പുകൾ കാണുന്ന നിങ്ങൾ സയ്യിദുൽ ഉമ്മ എന്ന വിളിപ്പേര് സാദിഖലി തങ്ങൾക്ക് കൊടുക്കുന്നതിൽ എന്ത് മാനദണ്ഡമാണെന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. സയ്യിദുൽ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ സയ്യിദന്മാർ ഉമ്മത്തിൻ്റെ സയ്യിദാകുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഇൽമുള്ളവരാവണ്ടേ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ഒരുപാട് സയ്യിദന്മാർ ഇവിടെ ഇൽമുള്ള സയ്യിദന്മാർ തന്നെ സമസ്തയിലുണ്ട്, ഇതര സംഘടനകളിലുണ്ട്. അവർക്കൊക്കെ വേണമെങ്കിൽ സയ്യിദുൽ ഉമ്മയാകാം. പക്ഷേ വലിയ വലിയ PR വർക്കുകൾ കൊണ്ടും മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി മാത്രം ഈ കുടുംബത്തിൽപ്പെട്ട ആളുകളെ മാത്രം സയ്യിദുൽ ഉമ്മാന്നും അതുപോലെ തന്നെ അവരെന്തോ വലിയ സംഭവമാണെന്നുള്ള രൂപത്തിലൊക്കെ അപദാനങ്ങൾ വാഴ്ത്തുന്നു. ഇപ്പോൾ പാണക്കാട് തങ്ങന്മാരെ പുകഴ്ത്തി പറയാൻ വേണ്ടി അവരിനെ സംഘടിപ്പിച്ച പരിപാടി പാണക്കാട്ട് തറവാട്ട് നടന്ന്, അങ്ങനെ ഒരു പരിപാടി സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് മുതൽ സെയ്ദ് ഹൈദരലി ശിഹാബ് തങ്ങൾ വരെയുള്ള കാലത്ത്
വരെ ഉണ്ടായിട്ടില്ല അവരെങ്ങനെ വാഴ്ത്തി പറയുന്നു. എന്നിട്ട് കുഞ്ഞാലിക്കുട്ടി അവരെ കുറിച്ചിട്ട് ഇങ്ങനെ വലിയ സൂര്യനും ചന്ദ്രനും എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടിയെ സമാധാനം പ്രസംഗിച്ചപ്പോൾ അതിന് മറുപടി വരെ മൊയ്‌നലി തങ്ങൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അതായത് അവരെ അപദാനങ്ങളും പുകഴ്ത്തിപ്പാടലുകളും ഉണ്ടായിട്ട് ആ കുടുംബത്തിൽ നിന്ന് അതിന് തന്നെ മറുപടി മൊയ്‌നലി തങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം അപഹാസ്യരായിട്ട് സാദിഖലി തങ്ങളും മറ്റുള്ളവരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നതിന് തെളിവാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ അവരെക്കാൾ നല്ല ഇൽമ സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാരെ അവഹേളിക്കാനും സമൂഹ മതത്തിൽ അവരെ വഷളാക്കുന്നതിനും എല്ലാം മൗനാനുവാദം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവരെ പുകഴ്ത്തി പറയാം, അത് അഹ്ലുബൈത്ത് ആയതുകൊണ്ട് അവരെ പുകഴ്ത്തി പറയാമെങ്കിൽ അഹ്ലുബൈത്തപ്പെട്ട ഇൽമുള്ള സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളെ പുകഴ്ത്തി പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. അദ്ദേഹം ഇന്ന് സമസ്തൻ്റെ പ്രസിഡന്റ് സ്ഥാനത്താണ്. അങ്ങനെ സമസ്തൻ്റെ പ്രസിഡന്റും സെക്രട്ടറി ആവാനുള്ളത് അതങ്ങനെ ആർക്കും പെട്ടെന്ന് സാധിക്കുന്നത് ഒന്നും ആ കാര്യമൊന്നുമല്ല. അത് ബഹുമാനപ്പെട്ട സമസ്ത എന്താന്ന് ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചൊറിച്ചിൽ വരുന്നത്. പിന്നെ ശംസുൽ ഉലമനെ ജീവിതകാലത്ത് പ്രശംസിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞത് സയ്യിദ് അലവി മാലിക്കി അദ്ദേഹം ഇപ്പോൾ ഇരുത്തി പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ സയ്യിദ് അലവി മാലിക്കി അദ്ദേഹത്തിൻ്റെ വടി പോലും അദ്ദേഹത്തിനെ കൈ ചുംബിക്കുന്നതിന് പകരം വടിയായിരുന്നു ചുംബിച്ചത്. അത് ശംസുൽ ഉലമക്ക് ജീവിതകാലത്തിന് കൊടുത്ത അംഗീകാരമാണ്. അതുപോലെ തന്നെ UAE സയ്യിദ് അലി ഹാഷിമി അടക്കമുള്ള അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ്, നമ്മുടെ കേരളത്തിലെ ആലിമീങ്ങളും സയ്യിദന്മാരും കൊടുത്ത റെസ്പെക്റ്റ്, അതേ റെസ്പെക്റ്റ് കൊടുക്കുന്ന ആ സമയത്ത് തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ മാടമ്പികൾ അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് സയ്യിദുൽ ഉലമ കേൾക്കാത്ത അത്രയും മോശപ്പെട്ട ആരോപണങ്ങൾ ഷെയ്ഖുന ശംസുൽ ഉലമക്കെതിരെ അക്കാലഘട്ടത്തിൽ നിങ്ങളൊക്കെ മൂടത്താങ്ങികളായിട്ടുള്ള രാഷ്ട്രീയ മാടമ്പികൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയ കുറച്ചുകൂടി സജീവമാവുന്ന കാലത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ മുത്തഫരീദ് പോലും ഓതി പഠിക്കാത്ത പാണക്കാട് തങ്ങന്മാരെ ഖാദിമാരാക്കാനും അവരുടെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടാനും പിന്നെ ഒരു പാട്ടുണ്ടല്ലോ, സിദ്ദീഖനെ പോലെ ധീരതയുടെ കാര്യത്തിൽ ഉമറിനെ പോലെ അറിവിൻ്റെ കാര്യത്തിൽ അരിയാരെ പോലെ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പോലും സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പാണക്കാട് തങ്ങന്മാർ പറ്റി അലി റളിയല്ലാഹു ഒരു ഇൽമ ഇവിടെ കിടക്കാണ്. പാണക്കാട് തങ്ങന്മാർ എന്തെങ്കിലും കമ്പാരിസൺ നടത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ട. സഹാബ കിറാമിനായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടൊക്കെയാണ് പാണക്കാട് തങ്ങന്മാരെ പറ്റി പാട്ട് പാടിയത്. അങ്ങനത്തെ പാട്ടൊന്നും സയ്യിദുൽ ഉലമനെ പറ്റി പാടിയിട്ടില്ല. പറയുകയാണെങ്കിൽ ഇത്ര പറയാറുണ്ട്. പിന്നെ ശംസുൽ ഉലമൻ്റെ ആ ഒരു ഗാംഭീര്യവും ശംസുൽ ഉലമ സുന്നത്തമാത്തിൽ കാണിച്ചിരുന്ന ആ ഒരു ആവേശമൊക്കെ സയ്യിദുൽ ഉലമയിൽ ഉണ്ട് എന്ന് പറയലുണ്ട്. അതൊരു ശിഷ്യൻ, ഗുരുനാഥൻ്റെ ഒരു ഒത്ത ശിഷ്യനാണ് എന്ന രൂപത്തിൽ മാത്രം പറയാണ്. അതുപോലും സയ്യിദുൽ ഉലമ ശംസുൽ ഉലമയുടെ സ്ഥാനത്ത് എത്തി എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്. പിന്നെ സയ്യിദുൽ ഉലമ കൈ പോലും മുത്താൻ സമ്മതിക്കാത്ത ഒരു പ്രശസ്തി ആയിരിക്കും. അതൊരിക്കലും കാസർഗോഡ് ഉള്ള വടക്കേ മലബാറിൽ ഒരു പരിപാടി കഴിച്ചിരുമ്പോൾ സയ്യിദുൽ ഉലമക്ക് അടുത്ത പരിപാടി ഉള്ളത് കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് പോകണം. അപ്പോൾ എനിക്ക് പരിപാടിയൊന്നുമില്ല, ഞാൻ പിന്നെ എനിക്ക് ഉറങ്ങാൻ പോവാണെന്ന് പറഞ്ഞുകൊണ്ട് അത്ര പോലും വിനയം കാണിച്ചൊരു പണ്ഡിതൻ. അദ്ദേഹത്തിന് വിനയത്തെക്കുറിച്ചിട്ട് ഈ പറഞ്ഞ എനിക്ക് പോലും ഒരു അനുഭവം പറയാനുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് 3 മാസങ്ങൾക്ക് മുന്നേ ഞാൻ മുണ്ടക്കുളം ജലാലിയയിൽ അദ്ദേഹത്തെ കാണാൻ പോവുകയും അദ്ദേഹത്തെ കണ്ട് പിന്നെ ഞാനൊരു വിദേശത്തേക്ക് യാത്ര പോകണമെന്നൊക്കെ പറഞ്ഞ് ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോരുമ്പോൾ ഞാൻ കുറച്ചപ്പുറത്ത് ഏതാനും മീറ്ററുകൾ ഡിസ്റ്റൻസിൽ ഇങ്ങനെ അവിടെ കുറച്ചപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ സയ്യിദുൽ ഉലമ അവിടുത്തെ സന്ദർശനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഇങ്ങനെ അവിടെയുള്ള സ്റ്റാഫിനോടൊക്കെ പോവാണ് കേട്ടോ എന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരു പരിചയമില്ലാത്ത എന്നോട് കുറച്ച് ദൂരെയാണ് നിൽക്കുന്നത്, ഒരു പരിചയമില്ലാത്ത എന്നോട് ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്നോട്, സമസ്തൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം, എന്നോട് ഞാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം എന്നോടാണത് പറയുന്നത്, അതല്ല അവിടെയുള്ള അബ്ദുൽ ഗഫൂർ ദാരിമി മുണ്ടക്കോളുണ്ട്, മറ്റു ഉസ്താദുമാരൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര വലിയ വിനയത്തിനോടൊപ്പം അതേ സയ്യിദുൽ ഉലമ തന്നെ മുമ്പൊരിക്കലൊരു കല്യാണ വീട്ടിൽ വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ ശംസുൽ ഉലമയായിട്ടുള്ള ആ ഒരു ബന്ധത്തിലൂടെയാണ് എനിക്ക് സുന്നത്തമായത്ത് മനസ്സിലായത് എന്നൊക്കെയുള്ള ആ ഒരു അഭിമാനം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, സുന്നത്തമായത്തിനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചോളേണ്ടി എന്നൊക്കെ പറഞ്ഞ് അത്ര സമസ്തൻ്റെ ഒരു പ്രസിഡന്റ്, അനവധി ശിഷ്യ സമ്പത്തുള്ള ഒരു മഹാപണ്ഡിതനെ എന്നെപ്പോലത്തെ പരമജാഹിലായിട്ടുള്ള ഒരു കിതാബ് ഓതി പഠിക്കാത്ത എന്നോട് സുന്നത്തമായത്തിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്ന് പറയാൻ മാത്രം വിനയം കാണിക്കുന്നുണ്ടെങ്കിൽ ആ മഹാനെക്കുറിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ പറയാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ലജ്ജ തോന്നുന്നുണ്ട്. ഏതായാലും നിങ്ങൾ എൻ്റെ ഈ വോയിസ് അയാളിലേക്ക് എത്തിക്കുക.